അതിന്റെ ആദ്യ ഘട്ടം എന്താണെന്നറിയാവോ? നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ കുറവുകൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനോഭാവം ഉണ്ടാവുക. ആ കുറവുകൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ചേട്ടായെ നമുക്ക് അവരോട് സ്നേഹം തോന്നുക. അങ്ങനെ സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അവരെ വേദനിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പിണങ്ങിയിരിക്കത്തില്ല, പിറുവിറുക്കത്തില്ല, പെട്ടെന്ന് ഒരു സുപ്രാത്തി വലിച്ചെറിഞ്ഞ് നമ്മൾ ഇട്ടു പോകത്തില്ല, കാമുകന്റെ കൂടെ പോകത്തില്ല, കാമുകനോട് പോകത്തില്ല, അപ്പനും അമ്മേനെയും വൃത്തസാന്നിധ്യത്തെ തള്ളത്തില്ല, ഒന്നും ചെയ്യില്ല നമ്മള്. ഇപ്പോൾ പോലും ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ പോലും പലരും പിണങ്ങിയ താമസിക്കുന്നത് കേട്ടോ. 2 മുറിയില്, ഒരു റൂമില്, ഒരു വീട്ടിൽ തന്നെ 2 അടുക്കളയിൽ ഉള്ളവരുണ്ട്. അപ്പൊ അവരോടൊക്കെ ഞാൻ ജസ്റ്റ് പറയാന്, ജീവിതം ഇച്ചിരിയേ ഉള്ളൂന്നേ. നിങ്ങൾ നാളെ നേരെ വിളിക്കുമ്പോ ഒരു പക്ഷെ എഴുന്നോക്കോ ഇല്ലെന്ന് അറിയില്ല. നമ്മള് സത്യമല്ലേ? അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ചേട്ടാ പറഞ്ഞത് അവരോടൊന്നും ഒന്നൊന്നും പറഞ്ഞു കൊടുക്കും. ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ജീവിതത്തിന്റെ ഹ്രസ്വത മനസ്സിലാക്കിയത്. അപ്പോഴാണ് ഞാൻ സ്നേഹിക്കേണ്ടവര് എന്റെ സ്നേഹത്തെ ഞാൻ ഒരുപാട് പേർക്ക് നിഷേധിച്ചതിൽ ഞാൻ വേദനിച്ചു പോയത്. ഇനി എനിക്കൊരു അവസരം ഇല്ലല്ലോ ദൈവമേ എന്ന് ചോദിച്ചു. അപ്പൊ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ കുറച്ച് സമയം തരുമോ, ഞാനൊന്ന് ജീവിച്ചോട്ടെ എന്ന്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇനിയും തീർച്ചയായും ജീവിക്കണം. നമ്മളെ പ്രേക്ഷകരെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞാൻ ആവർത്തിച്ച് പറഞ്ഞോട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപക്ഷെ ഭാര്യയുമായി പിണങ്ങിയിരിക്കുകയാണെങ്കിൽ ആ ഹൃദയത്തെ നിങ്ങൾ വേദനിപ്പിക്കുമ്പോൾ ദൈവത്തെ തന്നെ വേദനിപ്പിക്കുന്നു എന്ന് മറക്കല്ലേ. ഭർത്താവിനെ നിങ്ങൾ അതൊരു വാക്കുകൊണ്ടാണെങ്കിലും ഒരു നോട്ടം കൊണ്ടാണെങ്കിലും പെരുമാറ്റം കൊണ്ടാണെങ്കിലും എന്നെ ഇങ്ങനെയൊക്കെ വേദനിപ്പിച്ചല്ലേ, ഇച്ചിരി അയാളും കഷ്ടപ്പെടട്ടെ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും, അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഈ രാത്രി ഈ വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങൾ അവർക്കൊന്ന് ഫോൺ ചെയ്യണം. നേരിട്ട് കാണാൻ പറ്റുന്നവരെ പോയി കാണണം. അത് കൂട്ടുകാരാകാം, ബന്ധുക്കളാകാം, ഭാര്യയുടെ വീട്ടുകാരാകാം, ഭർത്താവിന്റെ വീട്ടുകാരാകാം, നിങ്ങളുടെ സ്വന്തം ചേട്ടാനുജന്മാരാകാം. ചിലപ്പോൾ നിങ്ങൾ വിദേശത്തും അന്യ നാട്ടിലുമായിരിക്കും, മിണ്ടാണ്ടിരിക്കുകയായിരിക്കും, ചെറിയ സമ്പത്തിന്റെ പേരിലോ അല്ലെങ്കിൽ കോംപ്ലക്സിന്റെ പേരിലോ ഒക്കെ. നിങ്ങൾ ഒരു മനുഷ്യന്റെയും ഹൃദയത്തെ വേദനിപ്പിക്കൂല എന്ന് തീരുമാനിച്ചാൽ അന്ന് തുടങ്ങും നിങ്ങളുടെ ജീവിതത്തില് സന്തോഷം, ആനന്ദം, സമാധാനം. അതോടുകൂടെ ജീവിതം വെച്ചടി മുന്നോട്ട് നിങ്ങൾ കയറും. അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കണം ഇന്ന് രാത്രി. ഇനി ഒരു മനുഷ്യന്റെയും ഹൃദയത്തെ നിങ്ങൾ വേദനിപ്പിക്കില്ല. നിർത്തുന്നതിന് മുമ്പ് ജിജിയെ ഞാൻ മുഖസ്തുതി പറയല്ല, ഒരു നിജസ്തുതി എന്റെ പ്രേക്ഷകരോട് പറഞ്ഞോട്ടെ, വിഷമം തോന്നരുത്. അതായത് ഒരു ചെറുപ്പക്കാരി പെണ്ണ്, ഒരു 24-25 വയസ്സുള്ള പെണ്ണ് വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും പണമുള്ള ഒരുത്തൻ വേണമെന്ന് ആഗ്രഹിക്കും, ഏറ്റവും ആരോഗ്യമുള്ള ഒരുത്തൻ വേണമെന്ന് ആഗ്രഹിക്കും, ഏറ്റവും വിദ്യാഭ്യാസമുള്ള ഒരുത്തൻ വേണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ നീ എന്നെ കാണുമ്പോ ആരോഗ്യം അപകടത്തിൽ, എപ്പോ വേണമെങ്കിലും മരിക്കുന്ന, വിദ്യാഭ്യാസം 0യാ, കാര്യം MA ഫിലോസഫി വേറെ ഒന്നുമില്ല, അതുകൊണ്ട് ജോലിയോ കാര്യങ്ങളൊന്നും നടക്കാൻ പോണില്ല, പിന്നെ വേറെ പല സാഹചര്യം കൊണ്ട് ജീവിതം അപകടത്തിലുമായിരുന്നു, 1 രൂപ കയ്യിലില്ല, സാമ്പത്തികമായും 0യാണ്, ജോലിയില്ല, കാശില്ല, കൂട്ടിനാളില്ല, അല്ലെങ്കിൽ കുടുംബം എന്ന് പറയാൻ ആരുമില്ല, രോഗിയാണ്, എപ്പം മരിക്കുന്നറിയില്ല. ഇങ്ങനെ ഒരു പ്രത്യാശയും ഈ പുരുഷനിൽ നിനക്ക് തോന്നാൻ സാധ്യതയില്ല. ഒരു കാര്യം എന്താണ്? സത്യമായിട്ടും എന്താണ്? ഇവിടുത്തെ ഹൃദയം, എന്റെ ഹൃദയത്തിന് എന്താ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു? ഹൃദയത്തിന്റെ മനോഹാരിത, സൗന്ദര്യം ഇപ്പോഴും ഞാൻ അതെന്ത് സൗന്ദര്യം ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട്. അതിന് ഞാൻ പറഞ്ഞെന്ന് മാത്രം. അപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് ഞാൻ ഒന്ന് സൂചിപ്പിക്കുന്ന ഇത്രേ ഉള്ളൂ. എന്റെ അനിയത്തി, ചേച്ചി, നിങ്ങൾ വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപാട് സമ്പത്തുള്ളവനല്ല നോക്കേണ്ടത്, ഒരുപാട് വിദ്യാഭ്യാസം ഉള്ളവനല്ല നോക്കേണ്ടത്, ഒരുപാട് സൗന്ദര്യമുള്ളവനല്ല നോക്കേണ്ടത്. മറിച്ച് അവരുടെ ഹൃദയത്തെ നിങ്ങൾ നോക്കി സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതം സ്വർഗതുല്യമാകും. ഇനി നിങ്ങൾ വിവാഹം കഴിച്ചു, പല സാഹചര്യങ്ങളെ കൊണ്ട് വിവാഹം കഴിച്ചു. കഴിഞ്ഞ ദിവസം ഒരു ഫോൺ കോൾ വന്നു, എന്റെ ഭർത്താവിന് ഹൈറ്റ് കുറവാണെന്നും പറഞ്ഞ് ഭാര്യ പ്രശ്നം ഉണ്ടാക്കുന്ന വേദന പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് വേദനിച്ചു. ഓർമ്മയുണ്ടോ? നീ സംസാരിച്ചത് ഓർക്കുന്നോ? അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എന്നിട്ടും വിഷമവും കുടുംബം പിണങ്ങുന്നു, മിണ്ടുന്നില്ല എന്നും കരച്ചില്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, എന്ത് കുറവുണ്ട് എന്നല്ല നോക്കേണ്ടത്. ഇനി എങ്ങാനും എന്തെങ്കിലും കുറവ് കണ്ടാൽ അത് നിങ്ങളിൽ നികത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് നികത്തി കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെ ഈ കുടുംബത്തിൽ നടക്കുന്ന ഒരു കാര്യം എന്താണ്, എന്നിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് ജിജി അത് ഫില്ല് ചെയ്ത് ശരിയാക്കും. ജിജിയിൽ എന്തെങ്കിലും കുറവുണ്ടാൽ ഞാൻ അവിടെ കൊണ്ടുപോയി ഫില്ല് ചെയ്യാൻ നോക്കും. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് കുറവ് ഇത് കുറവെന്ന് പറഞ്ഞ് അടിപിടി കൂടാൻ പോകില്ല. ദൈവം അതിനാണ് രണ്ടുപേരെ ഒന്നിപ്പിച്ചിരിക്കുന്നത്. ഭർത്താവിലുള്ള കുറവ് ഭാര്യയുടെ നന്മ കൊണ്ട് നികത്തണം, ഭാര്യയിലുള്ള കുറവ് ഭർത്താവിന്റെ നന്മ കൊണ്ട് നികത്തണം. സർവശക്തനായ ദൈവം അതിനുള്ള കൃപയും അനുഗ്രഹവും നിങ്ങൾക്ക് നൽകട്ടെ. ആമേൻ. താങ്ക് യു.